ഹലോ ഹായ് സായിസ് ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നടക്കാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഇത് രാജസ്ഥാനിലെ ഒരു ജോധ്പൂരിലെ കർവർ എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജാണ്. എനിക്ക് പറയുന്ന ഭാഷ മാർവാടി ആണെങ്കിലും ആക്ഷൻ കൊണ്ട് എന്തൊക്കെയോ മനസ്സിലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഉള്ള പുതിയ ഫ്രണ്ട്സാണ് ഇത്. അപ്പോൾ ഇവർ ഇതൊക്കെ കാട്ടിക്കൂടെ മുള്ളിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. എങ്ങനെയൊക്കെയോ ഞാൻ നടന്ന് ഇവരെ അടുത്ത് എത്തി. നമ്മുടെ നാട്ടിൽ ഈ മൾബറി ലൗലോലിക്കൊക്കെ അല്ലേ, അതുപോലുള്ള എന്തോ ഒരു കായാണ് ഇവർ പറയുന്നത്. ഇവർക്ക് ഇഷ്ടപ്പെട്ട എന്തോ ഒരു ഫ്രൂട്ടാണെന്നാണ് കേട്ടോ. അപ്പോൾ ഇവരിത് കുറേ പറിച്ചിട്ട് പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവച്ച് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് കാണാം കേട്ടോ. ചേച്ചിക്ക് എന്തായാലും ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ കുറച്ച് ഷോർട്ടാന്ന് വിചാരിച്ചിട്ട് ഞാനും പറിച്ച്. അങ്ങനെ എൻ്റെ കൂടെ വന്ന മോളാണ് ഈ വീഡിയോ എടുത്തിരുന്നത്. സംഭവം ഈ കായ്ക്ക് എന്താ ബേർന്നാട്ടോ പറയാ. അപ്പോൾ ഇതിന് വലിയ ടേസ്റ്റ് ഒന്നുമില്ല, എന്നാലും കഴിക്കുക അത്രയേ ഉള്ളൂ. കാണുമ്പോൾ ഇത് ഒരു തെച്ചിക്കുരു ഇല്ലേ, തെച്ചീൻ്റെ കായ അതുപോലെയാണ്. പക്ഷേ കഴിക്കുമ്പോൾ എന്താ ഒരു ചെറിയൊരു മധുരവും ഉണ്ടാവും, ചെറിയൊരു പുളിപ്പും ഉണ്ടാവും. അങ്ങനെയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ്. പക്ഷേ കാണാൻ നല്ല ഭംഗിയില്ലേ. അങ്ങനെ ഇവർ എല്ലാം മറ്റേ വടിയൊക്കെ വെച്ച് തള്ളിയിട്ടിട്ട് പെറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. ആ ബ്യൂട്ടിഫുൾ ചെടി. അങ്ങനെ കായൊക്കെ പറിച്ച് നടന്ന് സൂര്യൻ്റെ അസ്തമയ സമയമാവാനായിട്ടോ. പക്ഷെ ഇവർ ഈ കുറേ കായ ഉള്ളതുകൊണ്ട് തന്നെ ഇവരിതൊക്കെ പറിച്ചിട്ടേ വരും എന്നുള്ളൊരു മട്ടിലാണ്. അങ്ങനെ കായൊക്കെ പറിച്ച് നമ്മൾ വീണ്ടും ആ കാട്ടുകൂടി തന്നെ ഇങ്ങനെ നടക്കുക കേട്ടോ. ഇതൊക്കെ ആ ബേർന്ന് പറഞ്ഞ ആ കായിൻ്റെ മരമാണേ. അങ്ങനെ ഇതൊക്കെ പറിച്ചത് കണ്ടോ, വഴി തന്നെ കണ്ടോ, ഒരു കാൽനടക്കി പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ. ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട് പെട്ടെന്ന് വരാൻ, കാരണം കാട്ടുകൂടി ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ നടന്ന് അങ്ങ് പോയിട്ടോ. അങ്ങനെ ഇവിടെ ഒരു മരം കണ്ടോ, രാജസ്ഥാനിലുള്ള ഏതൊരു ഫേമസ് ട്രീ ആണെന്നാണ് ആ ചേച്ചി പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ ഈ കിളിക്കൂട് കണ്ടപ്പോൾ കുറച്ച് നേരം അവിടെ നോക്കി. പറഞ്ഞാൽ ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ കിളിക്കൂട് കണ്ടപ്പോൾ കുറേ നേരം ഞാൻ അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട് നീൽഗായ് ആ സാധനം വരും കേട്ടോ ഈ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ. കാട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കാടല്ല, എന്നാലും അത് വരും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മെല്ലെ അങ്ങ് നടക്കാൻ നോക്കി. അങ്ങനെ നമ്മൾ കുറച്ച് കഥയൊക്കെ പറഞ്ഞ് എന്തായാലും ചെറിയൊരു റോഡുമലേക്ക് എത്തി. ഈ റോഡുമല എത്തിയപ്പോഴാണ് കേട്ടോ സംഭവം ഞാൻ ആ നീൽഗായിനെ കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, എനിക്കറിയില്ലേനോ. അപ്പം ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞു തന്നിട്ടോ അത് നീൽഗായി ആണെന്ന്. സംഭവം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ തൊട്ട് ഈ നീൽഗായി ഇങ്ങനെ നോക്കുക കേട്ടോ. ആദ്യമൊക്കെ വലിയ ധൈര്യപൂർവ്വം എടുത്തെങ്കിൽ പിന്നെ അതിൻ്റെ നോട്ടം കണ്ടപ്പോൾ എനിക്ക് പേടിയായിട്ടോ. പിന്നെ ഞങ്ങൾ നടന്നപ്പോൾ ഒരു സംഭവം കണ്ടു കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ ഉറുമ്പിൻ്റെ കൂടാണ്. ഇവിടെ ഇവർ ഭക്ഷണം കൊടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് വരും. അങ്ങനെ ഇവരെ കഥയൊക്കെ കേട്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് വീണ്ടും വേറൊരു സംഭവത്തിനെ കാണുന്നത് കേട്ടോ. എന്താ മാനാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. മാനാണോ നീൽഗായി ആണോ എന്നറിയില്ല. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അങ്ങനെ കൂട്ടം കൂടിയിട്ട് നടക്കുക കേട്ടോ. ഞങ്ങളെ കണ്ടിട്ടാണോന്ന് അറിയില്ല, കുറച്ചു നേരം ഇങ്ങോട്ടും നോക്കി, ഞങ്ങൾ അങ്ങോട്ടും നോക്കി. പിന്നെ ഇവർ പേടിച്ചിട്ട് അങ്ങ് ഓടിപ്പോയി കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു കുറച്ച് ആൾക്കാർ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാന്ന് തോന്നുന്നു നല്ലപോലെ പോസ് ചെയ്തിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും തിരിച്ചു പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഞങ്ങൾ നേരത്തെ നടന്ന ആ വഴിയില്ലേ അങ്ങോട്ടേക്കാട്ടോ പോകുന്നത്. നേരത്തെ നമ്മൾ നടന്നു വരുമ്പോൾ ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നീൽഗായി ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് റോഡുമലേക്ക് കയറാമെന്നൊക്കെ കേട്ടോ. അപ്പോൾ അതാണ് സംഭവം. എന്തായാലും കാണാത്ത കുറേ മൃഗങ്ങളൊക്കെ കണ്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ബൈ ബൈ.